റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അപ്രീസിയേഷൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. റിവ്യൂ എഴുതാൻ വേണ്ടി അപ്രീസിയേഷന്റെയും അതുപോലെ തന്നെ ആ പോയത്തിന്റെ എല്ലാ ചാപ്റ്ററിന്റെ ബേസിക് സമ്മറിയും കൂടെ ചേർത്തിട്ട് വേണം എഴുതാൻ. ഫോർ എക്സാമ്പിൾ, if the poem describes the qualities or characteristic traits needed for a person to become a perfect man or personality, അല്ലേ? അതിൽ അച്ഛൻ എന്താണ് മകനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പേഷ്യൻസ് വേണം, യു ഷുഡ് ബി കാം, അല്ലേ? യു ഷുഡ് ഹോൾഡ് യുവർ ഹെഡ്, പിന്നെന്താണ് പേഷ്യൻ്റ് ആയിരിക്കണം, എന്താണ് റെസിലിൻ്റ് ആയിരിക്കണം. അതായത് ബേസിക്കലി നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അത് ബിൽഡ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെ പല 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 നിങ്ങൾ ബാക്കിയുള്ളവർ മേ ഡീൽ ഇൻ ലൈസ്, യു ഷുഡ് നോട്ട് ലൈ, ബാക്കിയുള്ളവർ മേ ഹേറ്റ് യു ബട്ട് യു ഷുഡ് നോട്ട് ഗിവ് വേ ടു ഹേറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. റൈറ്റ് എ റിവ്യൂ ഓഫ് ദ പോയം ഫോക്കസിങ് ഓൺ ക്വാളിറ്റീസ് മെൻഷൻ ഇട്ട്. ബേസിക്കലി ആ ക്വാളിറ്റീസിനെ പറ്റി നിങ്ങൾ പറയണം. എന്നിട്ട് ആ ക്വാളിറ്റീസ് എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള നിങ്ങളുടെ റിവ്യൂ, അഭിപ്രായം അതും കൂടി പറയും. പക്ഷേ ബേസിക്കലി എന്താണ് വേണ്ടത്? ടീച്ചറിന് അറിയേണ്ടത് നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടോയെന്നാണ്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോന്നാണ് ടീച്ചർ അറിയേണ്ടത്. അപ്പം നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. എങ്ങനെ വായിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കുക? എങ്ങനെ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെന്ന് മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ടീച്ചർ മനസ്സിലായി നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചിട്ടുണ്ടെന്ന് എത്രത്തോളം ക്വാളിറ്റീസ് ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലായിടത്തും കൂടി കാച്ചുക. എന്നിട്ട് അത് മനസ്സിലായെന്ന് കാണിക്കണം. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, വൈ ദി ക്വാളിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലായെന്ന് ടീച്ചർ മനസ്സിലാവണം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ടീച്ചർ മനസ്സിലാവണം. ഇത്രയുള്ള സംഭവം. ഒരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്, നാളെ വായിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. It is like a parent talking to a child about blah, 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 blah. Be honest, not hate each other, talk less but say more, blah, 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 blah. You should dream and think but not let those dreams and thoughts control you. അത് നമ്മുടെ മാസ്റ്റർ ആവാൻ പാടില്ല എന്ന് പറയുന്നത്. You should meet success and failure in the same way without letting either change who you are. അല്ലെ, ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആണ്. അതിന് രണ്ടിനെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യം പറയുന്നുണ്ട്. It is important to be able to start all over again even when you lose everything. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ കാച്ച. ഓക്കെ, അപ്രീസിയേഷൻ തന്നെ എഴുതി വെച്ചാൽ പോരാ. കാരണം അപ്രീസിയേഷനിൽ നമ്മൾ എന്തൊക്കെ എഴുതുക? ആ ചാപ്റ്ററിൻ്റെ, ആ പോയത്തിൻ്റെ അല്ലെ ചാപ്റ്ററിൻ്റെ തീം എഴുതും, അതിലെ ലിറ്റററി ഡിവൈസ് എഴുതും, അതിൻ്റെ റൈം സ്കീം എഴുതും, അല്ലേ? അതിൽ സിംബോളിസം ഉണ്ട്, സിംബോളിസത്തിനെ പറ്റി എഴുതും. അതൊക്കെയാണ് അവിടെ എഴുതുക. അതിവിടെ ആവശ്യമില്ല. എന്നാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ എന്താണ് കാര്യങ്ങൾ പറയാം. അവിടെ സമ്മറി ഒക്കെ പറയുന്നില്ലേ, സെൻട്രൽ തീം ഓഫ് ദി പോയം ഒക്കെ പറയുന്നില്ല, അതൊക്കെ ഇവിടെ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്രീസിയേഷൻ എഴുതി വെച്ചോ. ഇഫ് എന്ന് പറഞ്ഞ പോയം, അല്ലെ ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞ പോയം, അല്ലെ ഏതെങ്കിലും പോയം ജസ്റ്റ് എന്ത് ചെയ്യുക? വെറുതെ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ അപ്രീസിയേഷൻ എഴുതിച്ചോ. വെറുതെ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ അപ്രീസിയേഷനാണ് റിവ്യൂ. പക്ഷേ ഇതിൽ സ്പെസിഫിക് കാര്യം എടുത്ത് പറഞ്ഞിട്ട് റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ ആ സ്പെസിഫിക് കാര്യത്തിനെ പറ്റി നിങ്ങൾ പറയണം. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ.